വീട്ടിൽ കാല് കുത്തരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങളോട്? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നോട് സംസാരിക്കാനല്ല വന്നത്, നിന്റെ ഡാഡിയോടാ. എന്തിനാ തങ്കച്ചി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്? അയ്യോ, തങ്കച്ചി പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, പ്രശ്നം തീർക്കാൻ വന്നത്. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാ തങ്കച്ചി വന്നത്. ഒത്തുതീർപ്പ് ചർച്ചയോ? അതെ, ആ കേസ് നമുക്കൊന്ന് അവസാനിപ്പിക്കണ്ടേ, അതിന്റെ ചർച്ച നടത്താനാ തങ്കച്ചി വന്നത്. ഓ, അപ്പൊ താനാണോ ഇതിന്റെയൊക്കെ പിന്നില്? സ്വാമിയോട് ചാടണ്ട, സ്വാമിയല്ല, ഇതെന്റെ ബുദ്ധി തന്നെയാ. എന്തിനാ പരസ്പരം വഴക്കിട്ട് വെറുതെ സമയം പാഴാക്കുന്നത്? എന്ത് ഒത്തുതീർപ്പ് ചർച്ചയാ? അത് ഞാൻ നിന്റെ ഡാഡിയോട് പറഞ്ഞോളാം. നീയും ഞാനും തമ്മിലല്ലല്ലോ, ഞാനും അങ്ങേരും തമ്മിലല്ലേ തർക്കം. അത് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർത്തോളാം. സ്വാമി, എവിടെ തന്റെ സാറ്? ഇങ്ങനൊരു രീതി ഈ തങ്കച്ചിക്ക് ഇതാദ്യ. ഒത്തുതീർപ്പെന്ന വാക്ക് തങ്കച്ചിയുടെ അജണ്ടയിലില്ലെന്ന് നിങ്ങൾക്കറിയാലോ. എന്നിട്ടും ഞാനിതിന് തയ്യാറായത് നിങ്ങളെ ഓർത്ത് മാത്രം. കേസ് നമുക്ക് രാജിയാക്കാം. ഈ വീടും ഹോസ്പിറ്റലും എന്റെ പേർക്ക് എഴുതി തരണം. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ഞാൻ വിട്ടുതരും. അതോടെ നമ്മൾ തമ്മിലുള്ള കടബാധ്യതകളൊക്കെ തീരും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. എന്ത് പറയുന്നു? എന്ത് പറയാൻ? ഞങ്ങൾക്ക് സമ്മതമല്ല. കേസ് നടക്കുകയല്ലേ, അതിന്റെ വിധി വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഞാൻ സംസാരിക്കുന്ന ഇദ്ദേഹത്തിനോടാണ്. ഇദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ഡാഡിയുടെ അഭിപ്രായം ഇത് തന്നെയാ. ഈ വീടും ഹോസ്പിറ്റലും വിട്ടു തന്നിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല. അതെ, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഇവര് പറഞ്ഞത് തന്നെയാണോ നിങ്ങളുടെയും